ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവും മഹിമയും വിപിനെ കൊണ്ട് തന്നെ അഭിയുടെ എല്ലാ രഹസ്യങ്ങളും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഒരുക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിൻ്റെയും മഹിമയുടെയും ബുദ്ധി മനസ്സിലാക്കിയ അഭി വിപിനെ കൊല്ലുകയാണ്. വിപിൻ്റെ മനസ്സിൽ അധികമൊന്നും എല്ലാ രഹസ്യങ്ങളും നിൽക്കില്ല എന്ന് അഭി മനസ്സിലാക്കുകയാണ്. അവനൊരു പാപമാണ്. അവനെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് വിളിച്ചു പറയും. അത് എനിക്ക് കൂടി ആപത്താണെന്ന് മനസ്സിലാക്കിയ അഭി വിപിനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. വിപിനെ രക്ഷപ്പെടുത്താൻ ഗോപാലന്റെ സഹായത്തോടു കൂടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടാണ് നേരെ സ്റ്റേഷനിൽ പോയി വിപിനെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഗോപാലനും സഞ്ജുവും കൂടി അഭിയോട് പറയുന്നുണ്ട്, അല്ല, വിപിന് എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് നിനക്ക് ദോഷം ചെയ്യില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തേക്ക്, അവനെ അങ്ങ് ഇല്ലാതാക്കിയേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഒരു ചെറിയ സൂചന ഗോപാലനും സഞ്ജുവും അഭിയോട് പറയുമ്പോൾ അഭി ആ സമയത്ത് അവരോട് ദേഷ്യപ്പെട്ടതുപോലെ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കും. ഒരിക്കലും എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ കൂട്ടുകാരനെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അഭി ആരാണെന്നുള്ളത് നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഗോപാലൻ്റെയും സഞ്ജുവിൻ്റെയും മുന്നിൽ പിടികൊടുക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ സഞ്ജുവും മഹിമയും വിപിൻ്റെ മനസ്സ് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അഭി ഒരു സൈക്കോയാണ്. അവന് അവൻ്റെ നിലനിൽപ്പ് മാത്രമാണ് നോക്കുകയുള്ളൂ. അതുകൊണ്ട് അവനോടൊപ്പം കൂടുതൽ നീ ഉള്ളത് നിനക്ക് തന്നെയാണ് ദോഷം ചെയ്യൂ. നിനക്ക് എല്ലാ രഹസ്യവും അറിയാവുന്നത് കൊണ്ട് അവൻ നിന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് വിപിൻ ആ സമയത്ത് പേടിച്ചിരുന്നു. പിന്നീട് വിപിൻ പറയണേ, നിങ്ങൾ എന്നെ എത്ര മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാലും എൻ്റെ മനസ്സൊന്നും മാറില്ല. എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല. എന്നെ ഒരിക്കലും അഭി ചതിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അഭിയെ കണ്ടതോടുകൂടി വിപിന് ഒരുപാട് സന്തോഷമാവാണ്. വക്കീലുമായിട്ട് അഭി ചെല്ലുമ്പോൾ അപ്പോൾ മഞ്ജു പറയണ, അതിന് വിപിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് പോലും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് വക്കീലുമായിട്ട് വന്നിട്ടുള്ളത്. വിപിനെ അത് കേട്ടപ്പോൾ സന്തോഷമാവാണ്. അപ്പോൾ അഭിയോട് പറയണ, എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ ഇവരോട് നിന്നെ കുറിച്ചുള്ള ഒരു രഹസ്യവും പറഞ്ഞിട്ടുമില്ല. ഇവരെൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഞാൻ ഇവർക്ക് പിടികൊടുത്തിട്ടില്ല. വിപിനെയും കൂട്ടി അഭി പോകുന്ന സമയത്ത് വീണ്ടും മഞ്ജുവും മഹിമയും പറയണേ, നീ ഇവനെ സൂക്ഷിച്ചോ, ഇവൻ ശരിക്കും ഒരു സൈക്കോ ആണ്, നിന്നെ എന്ത് ചെയ്യാനും ഇവൻ മടിക്കില്ല, അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടി പറയുകയാണ്, ഇവൻ്റെ കാര്യത്തിന് വേണ്ടി, ഇവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു ഒന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ വിപിൻ പറയണേ, നിങ്ങളുടെ ഒരു അടവും എൻ്റെ അടുത്ത് നടക്കില്ല, എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുമ്പോൾ അഭി പറയണേ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിപിനെയും കൂട്ടി അഭി പോകുന്നത്. അങ്ങനെ വിപിനും അഭിയും ഹോസ്റ്റലിലെത്തിയ ശേഷം വിപിനെ കൊണ്ട് അഭി ഒരുപാട് കള്ള് കുടിപ്പിക്കുകയാണ്. അപ്പോൾ വിപിൻ അറിയാതെ ആ കള്ളിൽ വിഷം ചേർത്തിട്ടുണ്ടാവും അഭി, അതൊന്നും അറിയാതെ വിപിൻ ആ കള്ള് കുടിക്കുകയാണ്. അഭി പറയാണ്, മഞ്ജുവും മഹിമയും ഒരുപാട് നിന്റെ മനസ്സിലുള്ളത് ചോർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നീ ഒരു കാലിൽ തന്നെ നിന്നതുകൊണ്ടാണ് അവർക്ക് ഒരു രഹസ്യവും കിട്ടാതിരുന്നത്. വിപിൻ പറയണേ, ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റിക്കൊടുക്കില്ല, കാരണം എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഉപേക്ഷിച്ച സമയത്ത് നീയാണ് എന്നെ ജയിലിൽ നിന്നും ഇറക്കിയത്, അങ്ങനത്തെ നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല. നീ എൻ്റെ ആരാണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ, നീ എൻ്റെ അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരനാണ്, ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചതുപോലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അഭി പറയാണ്, എന്തായാലും മഞ്ജു വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല, പീതാംബരനെ കൊന്നത് ഞാനാണെന്നുള്ളത് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് അവൾ എൻ്റെയും നിൻ്റെയും പുറകെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം, അതിനാണ് ഇനി നമ്മൾ നോക്കേണ്ടത്, അവൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെടണം. അതിന് ഇനി എന്ത് ചെയ്യാനാണ് അഭി എന്ന് ചോദിക്കുമ്പോൾ അതിന് നീ തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. നമ്മളോടിപ്പോൾ ഈ കളിയൊക്കെ കളിക്കുന്നത് യൂണിഫോം ഉള്ളത് കൊണ്ടല്ലേ, ആ യൂണിഫോം അങ്ങ് തെറിപ്പിച്ച് കളയണം, അത് എങ്ങനെ സാധിക്കും എന്ന് വിപിൻ ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട്, അതിന് അവളായിട്ട് തന്നെയാണ് അതിനുള്ള വഴി ഒരുക്കി തന്നത്. നിന്നെ അവൾ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, എന്നിട്ട് കേസ് പോലും നിന്റെ പേരിൽ, നിന്നെ വെറുതെ വിടുകയും ചെയ്തു, അതുകൊണ്ട് നിന്നെ മാനസികമായി തളർത്തി എന്നൊക്കെ പറഞ്ഞ് നീ തന്നെയാണ് അങ്ങനെ ഒരു കാരണം എഴുതേണ്ടത്. അത് നീ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലെയാണ് ചെയ്യുന്നത്. ആത്മഹത്യാക്കുറിപ്പോ? അപ്പോൾ ഞാനെന്താ ശരിക്കും മരിക്കണമെന്നാണോ നീ പറഞ്ഞ്? അങ്ങനെയല്ലടാ, നീ നിന്റെ കൈപ്പിടിയിൽ അങ്ങനെ എഴുതണം, എന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ട് അവർക്ക് തോന്നണം, അല്ലാതെ നീ മരിക്കണമെന്നല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആകുമ്പോൾ അവളുടെ തൊപ്പി തെറിക്കാനുള്ള ഒരു വഴിയുണ്ട്, എല്ലാവരും അവളെ ഇട്ട് പൊങ്കാലടിച്ചോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിപിൻ അഭിയുടെ ഈ നാടകത്തിൻ്റെ മുന്നിൽ അങ്ങ് വീഴുകയാണ്. എന്നിട്ട് അഭി പറഞ്ഞതുപോലെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കൈപ്പടയിൽ എഴുതിയ ആ കത്തെടുത്ത് വായിക്കുകയാണ്. ഇത് എന്താണ്
എന്തായാലും ഏറ്റു. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടാൽ ഉറപ്പായിട്ടും അവളുടെ തൊപ്പി തെറിക്കും. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയുള്ളൂ ചെയ്യുക എന്നൊക്കെ പറയണ. അപ്പോഴത്തേക്കും 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വിപിന് അസ്വസ്ഥതകൾ വരുന്നുണ്ട്. എന്നിട്ട് പറയണ, അല്ല ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇനിയിപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചാൽ മാത്രം പോരാ, നമ്മളിൽ ഒരാളങ്ങ് ഇല്ലാതാവുകയോ. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നീ മരിക്കണം. എടാ അബി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിപിൻ്റെ വായിൽ നിന്നൊക്കെ നിറയെ ചോര വരികയാണ്. അപ്പോൾ വിപിൻ, എടാ അബി നീ എന്നെ ചതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ ചതിച്ചതല്ലടാ, കള്ളിൽ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്, അതാണ് നീ കുടിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ ചോരയൊക്കെ വരുന്നത്. അപ്പോൾ നീ ശരിക്കും ഒരു സൈക്കോ തന്നെയാണല്ലേ എന്ന് പറഞ്ഞതോടുകൂടി അബിയുടെ മുഖഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കിയ വിപിൻ, ഞാൻ മരിച്ചാൽ ആരും അറിയില്ല, മഞ്ജു കുറ്റക്കാരിയാവുകയും ചെയ്യും, അതൊരിക്കലും പാടില്ല, അബി എന്തായാലും അകത്താവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിപിൻ അബി കാണാതെ വിപിൻ്റെ പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് എല്ലാം റെക്കോർഡാക്കുകയാണ്. അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ റെക്കോർഡാക്കുകയാണ്. അപ്പോൾ അബി ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അബി വിപിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതെ, നിന്നെ കൊല്ലുന്നത് ഞാൻ തന്നെയാണ്, പക്ഷേ അതെനിക്ക് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം നിനക്കാണ് എല്ലാ സത്യങ്ങളും അറിയാവുന്നത്. പീതാംബരനെ കൊന്നത് ഞാനാണെന്നുള്ള സത്യം നിനക്ക് അറിയാവുന്നത് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മഞ്ജു അത് കണ്ടുപിടിക്കും. അപ്പോൾ എൻ്റെ നിലനിൽപ്പിന് നീ ഇല്ലാതായില്ലേ പറ്റൂ. അപ്പോൾ നിന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയത് നീ ശരിക്കും ആത്മഹത്യ ചെയ്തതാണെന്നാണ് ഈ ലെറ്റർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കരുതുകയുള്ളൂ. എനിക്ക് മഞ്ജുവിൻ്റെ തൊപ്പി തെറിപ്പിക്കാനും കഴിയും എന്ന് പറയണ. അപ്പോഴേക്കും താഴേക്ക് വീഴുകയാണ് ചോര ഛർദ്ദിച്ചുകൊണ്ട്. എന്നിട്ട്, എടാ നീ എന്നെ സൈക്കോ എന്ന് വിളിച്ചില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് വിപിൻ വീണ് കിടക്കുന്ന അടുത്തേക്ക് ചെന്നിട്ട് മൂക്കിൽ വിരൽ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ശ്വാസം നിലച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ, നീ ചത്തില്ലേ, എനിക്ക് അത് മതി, നിന്നെക്കൊണ്ട് എനിക്ക് അങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടായല്ലോ, നീ എന്താ എന്നെ വിളിച്ചത് സൈക്കോ എന്നോ? നിനക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും നീ എന്നെ അങ്ങനെയല്ലേ കണ്ടത്? ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ വിപിൻ്റെ കയ്യിലുള്ള ആ ഫോണിലേക്ക് അബി ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അബി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇനി മഞ്ജുവും മഹിമയും അരവിന്ദാക്ഷൻ സാറും അനിതയും എല്ലാവരും ഹോസ്റ്റലിലേക്ക് വരികയാണ്. അപ്പോൾ അനിത പറയാണ്, മഞ്ജു മാഡം നിങ്ങൾ അങ്ങോട്ട് പോവണ്ട, ഈ സമയത്ത് കുട്ടികളൊക്കെ നല്ല വയലൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ, അത് പറ്റില്ലല്ലോ, എനിക്ക് തന്നെ കേസ് അന്വേഷിക്കേണ്ടേ, അതുകൊണ്ട് ഇതിൽ എന്താണ് സത്യാവസ്ഥ എനിക്ക് കണ്ടെത്തിയേ മതിയാവും, ഇത് ചെയ്തിട്ടുള്ളത് അബി തന്നെ ആയിരിക്കും. അപ്പം മഹിമ പറയണ, ഉറപ്പായും അവൻ തന്നെ ആയിരിക്കും, പക്ഷേ നമുക്ക് എങ്ങനെ അത് തെളിയിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇനി വിപിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവാണ്. അങ്ങനെയാണ് ഇനി അവർക്ക് ആ ഫോൺ ലഭിക്കുന്നത്. വിപിൻ എല്ലാം റെക്കോർഡാക്കിയത് കൊണ്ട് തന്നെ അബിക്കുള്ള ഏറ്റവും വലിയ തെളിവ് ബാക്കി വെച്ചിട്ടാണ് വിപിൻ മരിക്കുന്നത്. അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ അബി ഇങ്ങനെ അഭിനയിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് വിപിൻ ആത്മഹത്യ ചെയ്തത്, നിങ്ങളെ വെറുതെ വിടല്, നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ കുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കുകയാണ്. അങ്ങനെ വിപിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം അകത്ത് ചെന്നിട്ടാണ് മരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ വിപിൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കുന്ന സമയത്താണ് ഈ റെക്കോർഡ് കാണുന്നത്. അങ്ങനെ അബിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങളല്ലേ എൻ്റെ വിപിനെ കൊന്നത്, എന്തിനാണാവോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, വിപിനെ കൊന്നത് ആരാണെന്നുള്ളത് അവൻ തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടാണ്, അവൻ തന്നെ ഈ ലോകത്തോട് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകം വിട്ടു പോയത് എന്ന് പറയുമ്പോൾ അബി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിപിൻ്റെ ഫോൺ എടുത്ത് അതിലെ റെക്കോർഡ് അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി ഞെട്ടിപ്പോവാണ്. അപ്പോൾ അബിക്ക് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മഹിമ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടും പോലീസുകാരെല്ലാവരും ഒപ്പം ഉള്ളത് കൊണ്ടും പെട്ടെന്ന് കയ്യിലുള്ള ആ കത്തിയെടുത്ത് മഹിമേനെ കഴുത്തിലങ്ങ് പിടിച്ച ശേഷം, ഞാൻ 2 പേരെ കൊന്നല്ലോ, ഇനിയിപ്പോൾ 3ാമത് ഒരാളെ കൊന്നാലും എനിക്ക് ഇതേ ശിക്ഷ തന്നെയല്ലേ കിട്ടുക, അതുകൊണ്ട് നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് അടുക്കരുത് എന്ന് പറയട്ടെ. അതോടുകൂടി ഇവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം. മഹിമയെ ഇവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തും, മഹിമയോടാണ് ഇവൻക്ക് ഏറ്റവും കൂടുതലുള്ള പക, ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു ഇതിലാണ് മുകുന്ദനും മഞ്ജുവും പോലീസുകാരൊക്കെ നിൽക്കുന്നത്. അബിയുടെ തൊട്ടു പുറകിലായിട്ട് നിൽക്കുന്നത് മുകുന്ദനാണ്. അങ്ങനെ മുകുന്ദൻ തലക്കിട്ടൊരു
അടി വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി അബി താഴേക്ക് വീഴാൻ ട്ടോ. അങ്ങനെയാണ് മുകുന്ദൻ മഹിമയെ അബിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. മഞ്ജു ഭാനുമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രീതിയോട് ഈ സത്യം പറയാണ്, നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ളത് ഇപ്പോൾ നിനക്കറിയോ? അബിയാണ് എന്നുള്ള ആ കാര്യം കേട്ടതോടുകൂടി പ്രീതി അങ്ങ് ഞെട്ടിപ്പോവാണ്. ആ സത്യം അറിയാവുന്ന വിപിനെയും ഇല്ലാതാക്കിയത് അബി തന്നെ എന്ന് കേട്ടപ്പോൾ പ്രീതിയും ഗിരിയും ഒക്കെ ഞെട്ടലോടെ നിൽക്കുകയാണ്.